ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ പറയാൻ പോകുന്ന സെയിം ഇതാണ്. ബെറ്റർ ദി ഡെവിൾ യു നോ ദാൻ ദി ഡെവിൾ യു ഡോണ്ട്. ഐ റീറ്ററേറ്റ്, ബെറ്റർ ദി ഡെവിൾ യു നോ ദാൻ ദി ഡെവിൾ യു ഡോണ്ട്. പലർക്കും അത്ര പരിചിതമായ ഒന്നായിരിക്കണമെന്നില്ല ഈ സെയിം. ഞാനിതിൻ്റെ അർത്ഥം ഒരു ഉദാഹരണത്തിലൂടെ വിശദീകരിക്കാം. നിങ്ങളിപ്പോൾ പഠിക്കുന്നത് നിങ്ങളുടെ വീടിനടുത്തുള്ള ഒരു സ്കൂളിലാണെന്നിരിക്കട്ടെ. ഒരു പക്ഷേ നല്ലൊരു പ്ലേ ഗ്രൗണ്ടോ ലൈബ്രറിയോ ഇല്ലാത്ത ഒരു സ്കൂൾ. പൊതുവിൽ നിങ്ങൾ ഇക്കാരണം കൊണ്ട് തന്നെ ഒരൽപ്പം അസംതൃപ്തരാണെന്നും കരുതുക. എന്നാൽ കുറച്ചകലെയുള്ള ഒരു നഗരത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു സ്കൂൾ ഉണ്ടെന്നും കരുതുക. നിങ്ങൾ ആ വലിയ സ്കൂളിലേക്ക് മാറാൻ ആഗ്രഹിച്ചിരിക്കുമ്പോൾ നിങ്ങളുടെ ഒരു സുഹൃത്ത് ഒരു ഉപദേശ രൂപേണ നിങ്ങളോട് ഈ സെയിം പറഞ്ഞേക്കാം. ബെറ്റർ ദി ഡെവിൾ യു നോ ദാൻ ദി ഡെവിൾ യു ഡോണ്ട്. എന്തായിരിക്കും ഇതിനർത്ഥം? ഒരൽപ്പം ബുദ്ധിമുട്ട് നിങ്ങൾക്കുണ്ടെങ്കിലും നിങ്ങൾക്ക് പരിചിതമായ നിലവിലുള്ള ചുറ്റുപാടിൽ തന്നെ തുടരുന്നതാണ് ബുദ്ധി എന്ന് തന്നെ. അപരിചിതമായ മറ്റൊരു സ്കൂൾ അന്തരീക്ഷത്തിലേക്കുള്ള മാറ്റം നിങ്ങൾക്ക് കൂടുതൽ വൈഷമ്യങ്ങൾ ഉണ്ടാക്കിയേക്കാം. ഇപ്പോൾ കൂട്ടുകാർക്ക് ഈ സെയിം മനസ്സിലായെന്ന് കരുതുന്നു. ബെറ്റർ ദി ഡെവിൾ യു നോ ദാൻ ദി ഡെവിൾ യു ഡോണ്ട്. ഇനി മറ്റൊരു സെയിങ്ങുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ.